അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലിം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ പാർട്ട് 1 കിതാബിലെ രണ്ടാമത്തെ പാഠഭാഗമാണ്. അദ്ദർസുസാനി അസാസുൻ. അസാസുൻ അസാസുൻ അസാസുൻ. അസാസുൻ എന്താണ്? ഫർണിച്ചറുകൾ അല്ലേ? അസാസുൻ ഫർണിച്ചറുകൾ. ഈ പാഠഭാഗത്തിൽ നമ്മൾ താഇനെ കുറിച്ചും സാഇനെ കുറിച്ചും, അതായത് താ കൊണ്ടുള്ള വാക്കുകളും സാ കൊണ്ടുള്ള വാക്കുകളുമാണ് പഠിക്കുന്നത്. ഇപ്പം നോക്കൂ, താ ആദ്യത്തിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, ഇടയ്ക്ക് വരുമ്പോൾ എങ്ങനെ എഴുതണം, അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. താ ആദ്യത്തിൽ വരുന്നൊരു വാക്ക് പരിചയപ്പെടാം. താബൂത്തുൻ. താബൂത്തുൻ. വായിച്ചേ. താബൂത്തുൻ. താബൂത്തുൻ. എങ്ങനെയാണ് ചേർത്ത് എഴുതുന്നത്? നോക്കിയേ, താഇനോടൊപ്പം അലിഫ് ചേർത്ത് എഴുതി. അലിഫിന് ശേഷം അക്ഷരം ചേർക്കാൻ പാടില്ല, അതുകൊണ്ട് ബാഇനെ സെപ്പറേറ്റ് എഴുതി. ബാഇനോടൊപ്പം വാവ് ചേർത്ത് എഴുതി. വാവിന് ശേഷം വേറൊരക്ഷരം ചേർക്കാൻ പാടില്ല, അതുകൊണ്ട് ഇനി വരുന്ന താഇനെ സെപ്പറേറ്റ് എഴുതി നിർത്തി. കണ്ടോ? താബൂത്തുൻ. താബൂത്തുൻ. ഇനി താ ഇടയ്ക്ക് വരുന്ന വാക്ക് പരിചയപ്പെടാം. ബതൂലുൻ. ബത്തൂലുൻ. 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 ബത്തൂലുൻ എങ്ങനെയാണ് ഒരുമിച്ച് എഴുതുന്നത്? ആദ്യം ബ എഴുതി, ത എഴുതി, വാവ് എഴുതി. വാവിന് ശേഷം ഏതെങ്കിലും അക്ഷരം ചേർക്കാൻ പാടുണ്ടോ? പാടില്ലല്ലേ, അതുകൊണ്ട് ലാമിനെ സെപ്പറേറ്റ് എഴുതി. അപ്പോൾ എന്ത് കിട്ടി? ബത്തൂലുൻ. മനസ്സിലായോ? ഇനി അടുത്തത് താ അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. റബത്തുൻ. 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 റബത്തുനിലെ ആദ്യത്തെ അക്ഷരം ചേർക്കാൻ പാടില്ലാത്ത അക്ഷരമാണ്, അതുകൊണ്ട് റാഇനെ സെപ്പറേറ്റ് എഴുതി, ബാഇനെയും സെപ്പറേറ്റ് എഴുതി. എന്നാൽ താ ബാഇനോടൊപ്പം ചേർക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല അല്ലേ, അതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതി. അപ്പോൾ എന്താണിത്? റബത്തുൻ. 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 ഒന്നുകൂടി നോക്കൂ. താബൂത്തുൻ. ബത്തൂലുൻ. റബത്തുൻ. താബൂത്തുൻ. ബത്തൂലുൻ. റബത്തുൻ. അപ്പോൾ താ എങ്ങനെയാണ് ആദ്യത്തിലും ഇടയ്ക്കും അവസാനവും എഴുതുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സായിലേക്ക് പോകാം. സാ ആദ്യത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും, ഇടയ്ക്ക് ഇങ്ങനെ എഴുതും, അവസാനം ഇങ്ങനെ എഴുതും. ആദ്യത്തിൽ വരുമ്പോൾ ക്ലോസ് ചെയ്യില്ല, ഇടയ്ക്ക് വരുമ്പോഴും ക്ലോസ് ചെയ്യില്ല, അവസാനം വരുമ്പോൾ ക്ലോസ് ചെയ്ത് എഴുതും. സാ ആദ്യത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതും? ഒരു വാക്ക് പരിചയപ്പെടാം. സാബിത്തുൻ. 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 സാബിത്തുൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? സാവും അലിഫും ചേർത്തെഴുതി. അലിഫിന് ശേഷം മറ്റൊന്നും ചേർക്കാൻ പാടില്ല, അതുകൊണ്ട് പിന്നീട് വന്ന 2 അക്ഷരങ്ങളും ചേർത്തെഴുതി. അപ്പോൾ എന്ത് കിട്ടി? സാബിത്തുൻ. അടുത്തത് തസ്ബുതു. 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 എല്ലാം ചേർത്ത് എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങളായതുകൊണ്ട് ഒരുമിച്ച് എഴുതി. കണ്ടോ? ഇനി അടുത്തത് നോക്കൂ. സാ അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെ എഴുതണമെന്നാണ് ഈ വാക്കുകൊണ്ട് നമ്മൾ പഠിക്കുന്നത്. ബ സ് ബ സ. ബസ് ബസ. ബ സ് ബ സ. ബസ് ബസ. ഈ അക്ഷരങ്ങളെല്ലാം ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ്, അതുകൊണ്ട് ഒരുമിച്ച് എഴുതി. ബസ് ബസ. വാക്കുകളൊന്ന് നോക്കിയേ. സാബിത്തുൻ. തസ്ബുത്തു. ബസ് ബസ. സാബിത്തുൻ. തസ്ബുത്തു. ബസ് ബസ. അപ്പോൾ ഈ പാഠഭാഗം ആദ്യം മുതൽ വാക്കുകളൊന്ന് വായിച്ചു നോക്കിയേ. അസാസുൻ. താബൂത്തുൻ. ബത്തൂലുൻ. റബത്തുൻ. താബൂത്തുൻ. ബത്തൂലുൻ. റബത്തുൻ. സാബിത്തുൻ. തസ്ബുത്തു. ബസ് ബസ. സാബിത്തുൻ. തസ്ബുത്തു. ബസ് ബസ. അപ്പോൾ പാഠഭാഗം നന്നായി വായിക്കാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ആക്ടിവിറ്റിയാണുള്ളത്. ഒന്നാമത്തെ ആക്ടിവിറ്റി
താ സാ എന്നീ അക്ഷരങ്ങൾ ചേർത്തെഴുതുന്ന രൂപങ്ങൾ എഴുതാം. കോപ്പിറൈറ്റ് ചെയ്യാനാണ് കേട്ടോ. മുകളിൽ തന്നിരിക്കുന്നത് അതുപോലെ താഴെ 2 കോളങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കോളത്തിൽ ഫില്ല് ചെയ്ത് എഴുതുക. താ ആദ്യം വരുമ്പോൾ, ഇടയ്ക്ക് വരുമ്പോൾ, അവസാനം വരുമ്പോൾ. സാ ആദ്യം വരുമ്പോൾ, ഇടയ്ക്ക് വരുമ്പോൾ, അവസാനം വരുമ്പോൾ. ഇതുപോലെ താഴേക്ക് കോപ്പി ചെയ്യുക. ഇനി അടുത്ത പേജ് നോക്കിയേ. ആക്ടിവിറ്റി 2, പുള്ളിയും ഹറക്കത്തും ചേർത്ത് പദം നിർമ്മിച്ചെഴുതാം. ഇവിടെ ഹറക്കത്തുകൾ തന്നിട്ടുണ്ട്, ഇവിടെ പുള്ളിയും തന്നിട്ടുണ്ട് അല്ലേ. ഹറക്കത്തുകൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഫതഹ്, കിസർ, ലമ്മ, സുക്കൂൻ, ലമ്മ തൻവീൻ. ഇനി പുള്ളി നോക്ക്. ഒരു പുള്ളി മുകളിലുള്ളത് തന്നിട്ടുണ്ട്, ഒരു പുള്ളി താഴെയുള്ളത് തന്നിട്ടുണ്ട്, 2 പുള്ളി മുകളിലുള്ളത് തന്നിട്ടുണ്ട്, 3 പുള്ളി മുകളിൽ വരുന്നതും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയേ. ഒരു പുള്ളി മുകളിൽ വരുന്നത് ഏതക്ഷരത്തിനാ? നൂനിനാണല്ലേ. ഒരു പുള്ളി താഴെ വരുന്നതോ? ബാഇന്. 2 പുള്ളി മുകളിൽ വരുന്നതോ? താഇന്. 3 പുള്ളി മുകളിൽ വരുന്നതോ? സാഇന്. അപ്പോൾ ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പുള്ളികൾ ഇതിൽ എടുത്ത് എഴുതണം. ഈ അക്ഷരങ്ങളുടെ എഴുത്ത് കണ്ടിട്ട് ഏതൊക്കെ അക്ഷരങ്ങളാകാനാണ് സാധ്യത? ഇത് അലിഫ്. അലിഫ് നമുക്കറിയാം. ഇത് പുള്ളി ഇല്ലാത്തതുകൊണ്ട് ഈ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇതൊന്ന് ബ ആയിരിക്കും അല്ലേ. ഇത് നൂനു ആയിരിക്കും. ഇനി ഇതൊന്ന് ഏതക്ഷരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അവിടെയും ബ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 4 പദങ്ങൾ ഇതിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പറ്റും. അപ്പോൾ അലിഫ്, ബ, നൂന് 4 അക്ഷരങ്ങളായിട്ടുണ്ട്. നമുക്ക് ആ 4 അക്ഷരങ്ങൾ വെച്ച് 4 വാക്കുകൾ കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ചാലോ? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ആകാം. ഞാൻ അലിഫ്, ബ, നൂന് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 4 വാക്കുകൾ കിട്ടി. അബുൻ, ഇബ്നുൻ, ബാബുൻ, ബബ്ബാനുൻ. അബുൻ, ഇബ്നുൻ, ബാബുൻ, ബബ്ബാനുൻ. അപ്പോൾ എനിക്ക് കിട്ടിയ 4 പദങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് വേറെ പദങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ. അടുത്തത് പിരിച്ചെഴുതാം. 3 വാക്കുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ 3 വാക്കുകളും ഓരോ അക്ഷരങ്ങൾ വീതം പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന വാക്കുകൾ വായിച്ചു നോക്കാം. റബ്ത്തുൻ, തസ്ബുത്തു, ബത്തൂലുൻ. റബ്ത്തുൻ, തസ്ബുത്തു, ബത്തൂലുൻ. എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? റാ, ബാ, താ. അടുത്തത് താ, സാ, ബാ, താ. അടുത്തത് ബാ, താ, വാവ്, ലാം. ഞാൻ എങ്ങനെയാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ എഴുതുക. റബ്ത്തുൻ, തസ്ബുത്തു, ബത്തൂലുൻ. മനസ്സിലായോ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്? അപ്പം നമുക്ക് പാഠഭാഗം ഒന്നുകൂടി വായിക്കാം. അദ്ദർസുസാനി, അസാസുൻ, ഫർണിച്ചേഴ്സ്. താ, സാ. താ, താ, താ. താബൂത്തുൻ, താബൂത്തുൻ. ബത്തൂലുൻ, ബത്തൂലുൻ. റബ്ത്തുൻ, റബ്ത്തുൻ. സാ, സാ, സാ. സാബിത്തുൻ, സാബിത്തുൻ. തസ്ബുത്തു, തസ്ബുത്തു. ബസ്ബസ, ബസ്ബസ. അപ്പോൾ പാഠഭാഗം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആക്ടിവിറ്റീസും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.